ഇപ്പോൾ മണ്ണിന് ബലമില്ല. ആ മണ്ണാണ് ഇപ്പോൾ ഊർന്ന് താഴോട്ട് വീണിരിക്കുന്നത്. അത് വലിയ തരത്തിൽ ദുരന്തത്തിലേക്ക് കലാശിക്കുകയും ചെയ്തു. ഏതാണ്ട് 10ഓളം പേരെ കാണാനില്ല. അതിൽ 7 പേരുടെ മൃതദേഹങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഏതായാലും ഇതൊക്കെ വലിയ ദുരന്തത്തിനുള്ള ആക്കം കൂട്ടി എന്ന് വേണം പറയാം. അഭിലാഷ് ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ് ഈ ഒരു ഇന്നലെ രക്ഷാദൗത്യത്തിൽ ഉൾപ്പെട്ടിരുന്നവർ കാല് മണ്ണിൽ പുതഞ്ഞു പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടിയും ഒരു സുരക്ഷ കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ആ രക്ഷാദൗത്യം അത്രയും ശ്രമകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ രക്ഷാദൗത്യം നടത്തുക എന്നുള്ളത്. പക്ഷേ ഇന്ന് നമുക്ക് പ്രതീക്ഷയുള്ളത് ഒരു സംയുക്തമായിട്ടുള്ള രക്ഷാദൗത്യമാണ് നടക്കുന്നത്. അഭിലാഷ്, ഈ രക്ഷാദൗത്യത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ഒച്ചിഴയൽ രീതിയിൽ ഉണ്ടായിരുന്ന ഒരു രക്ഷാദൗത്യമാണ് പിന്നീട് കേരള സർക്കാർ ഇടപെട്ടതിന് ശേഷം വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ തന്നെ അത് മുന്നോട്ട് പോവുകയുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും ഇന്നലെ രാത്രിയായപ്പോൾ അത് നിർത്തിയത് വീണ്ടും ആശങ്കയ്ക്കിടയാക്കി. ആ രക്ഷാദൗത്യം നിർത്തി എന്നുള്ളത് ആശങ്കയ്ക്കിടയാക്കി. ആ ആശങ്കയ്ക്ക് കാരണം ഈ ഒരു രക്ഷാദൗത്യം ഇത്രയും ദുഷ്കരമായിരുന്നു എന്നതുകൊണ്ട് തന്നെയാണോ ഒരു രക്ഷാദൗത്യം ഈ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്? ഒരു രക്ഷാദൗത്യം അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. ഈ പറഞ്ഞ പോലെ റെഡ് അലേർട്ടാണ്, മഴ കനത്തു, ഒപ്പം ആ ഒരു പ്രദേശത്തിൻ്റെ ഒരു പ്രശ്നം, ആ ഒരു പ്രദേശം അത്ര എളുപ്പമുള്ളതല്ല അവിടെ ഒരു രക്ഷാദൗത്യം നടത്തുക എന്നുള്ളത് തന്നെയല്ലേ. ഒപ്പം ഈ ഒരു ഗതാഗതം, ആ വഴിക്കുള്ള ഗതാഗതം എങ്ങനെയാണ് ഇപ്പോൾ? പൂർണ്ണമായും അടച്ച രീതിയിൽ തന്നെയാണോ? അത് ഏതൊക്കെ രീതിയിലാണ് അപ്പോൾ അവിടെ നടക്കുന്നത്? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം 73 മണിക്കൂറുകൾക്ക് ശേഷമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ വിഷയം വരുന്നത്. കാരണം കഴിഞ്ഞ 16-ാം തീയതി രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഇന്നലെ രാവിലെയോടുകൂടിയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം വരുന്നത്. ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ, കേരള മുഖ്യമന്ത്രി അടക്കം ഈ കാര്യത്തിൽ ഇടപെടുകയും ചീഫ് സെക്രട്ടറിയോട് ഈ വിഷയത്തിൽ ഇടപെടാൻ നിർദ്ദേശിക്കുകയും ചെയ്തു. അങ്ങനെയാണ് കർണാടക ചീഫ് സെക്രട്ടറിയുമായൊക്കെ ബന്ധപ്പെട്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തത്. പിന്നീട് മുഖ്യമന്ത്രി തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യെ കത്തയക്കുകയും ഇക്കാര്യത്തിൽ കൃത്യമായി ഇടപെടൽ വേണമെന്നാവശ്യപ്പെടുകയും ചെയ്തു. അതിനൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തുനിന്നും വലിയ തരത്തിൽ KC വേണുഗോപാലിൻ്റെ ഭാഗത്താണെങ്കിലും VD സതീശൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണെങ്കിലും വലിയ തരത്തിൽ ഇടപെടലുകളുണ്ടായി. ഇത് കർണാടക സർക്കാരിന് മേലിൽ വലിയ തരത്തിൽ സമ്മർദ്ദം ചെലുത്തി കോൺഗ്രസ് പാർട്ടി ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയൊക്കെ ചെയ്തതിൻ്റെയൊക്കെ തുടർച്ചയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും രാഷ്ട്രീയമായ ഇടപെടലിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് തന്നെയാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് എന്ന് വേണം പറയാൻ. ഏതായാലും ആ പ്രവർത്തനങ്ങൾ വളരെ അഭിനന്ദനീയമായ ഒരു കാര്യം തന്നെയാണ്. ആ നിലയിൽ തന്നെയാണ് ഇവിടെ വളരെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒച്ചിഴയുന്ന നിലയിലുണ്ടായിരുന്ന രക്ഷാദൗത്യം കൂടുതൽ ഊർജിതമായി വളരെ പെട്ടെന്ന് വേഗത്തിൽ മുന്നോട്ട് പോകാൻ ഇടയാക്കിയത് എന്ന് വേണം പറയേണ്ടത്. ഏതായാലും ആ നിലയിലേക്കുള്ള ഒരുപക്ഷെ കേരളത്തിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത പോലുമില്ല. കാരണം ഇത്രയും വലിയൊരു രക്ഷാദൗത്യം പല പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും, കവളപ്പാറയിലൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ രക്ഷാദൗത്യം വളരെ പെട്ടെന്ന് തന്നെ ആരംഭിക്കാനൊക്കെ നമുക്ക് പലപ്പോഴും കഴിയാറുണ്ട്. പക്ഷേ അത്രത്തോളം വേഗത്തിൽ ഇവിടെ കഴിഞ്ഞോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആക്ഷേപങ്ങൾ തന്നെയാണ് ഇവിടെ ഉയർന്നു വരുന്നത്. ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ഇടപെടലിനോട് തുടർന്ന് ഇന്നലെ വളരെ ഗൗരവത്തിൽ തന്നെ രക്ഷാദൗത്യം നടക്കുന്നു. ഇന്ന് കൂടുതൽ ഊർജിതമായി തന്നെ രക്ഷാദൗത്യത്തിലേക്ക് പോകുന്നു. അതോടൊപ്പം തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി 9 മണിയോടെ രക്ഷാദൗത്യം അവസാനിപ്പിച്ച കാര്യം. ഈ രക്ഷാദൗത്യം കൂടുതൽ സമയത്തേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം തന്നെയായിരുന്നു ഇന്നലെ നടന്നത്. കാരണം വൈദ്യുത വിളക്കുകളൊക്കെ എത്തിച്ചുകൊണ്ട് തന്നെ വിപുലമായ ഒരു രക്ഷാ പ്രവർത്തനത്തിലേക്ക് നീങ്ങാൻ തന്നെ അല്ലെങ്കിൽ തുടർന്നു പോകാൻ തന്നെയായിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി മഴ കൂടുതൽ ശക്തമാവുകയും മണ്ണിടിച്ചിലും പല ഭാഗത്തും ഉയർന്നു വരികയും ചെയ്തപ്പോഴാണ് ഇത് നിർത്തിവെക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഇരുട്ടാണ്. ആ ഒരു ഘട്ടത്തിൽ മുകളിൽ നിന്ന് മണ്ണ് ഒലിച്ചു വരുന്നോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമാക്കാൻ കഴിയില്ല. അത് ദൗത്യ സേനാംഗങ്ങളുടെയൊക്കെ ജീവനടക്കം ഭീഷണി ഉണ്ടാകും. അത്തരത്തിലൊരു ഘട്ടത്തിലാണ് ഈ രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇന്നലെ ഏതെങ്കിലും തരത്തിൽ ഇവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വീഴ്ച കൊണ്ടല്ല ഈ രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത്. പ്രതികൂലമായ കാലാവസ്ഥയടക്കമുള്ള വിഷയങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരം രക്ഷാദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 6 മണിയോടുകൂടി തന്നെ രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ കഴിയുമെന്ന് തന്നെ അവർ പ്രതീക്ഷിക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ രാവിലെ മഴയുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ 7 മണിയിലേക്ക് രക്ഷാദൗത്യം പുനരാരംഭിക്കാൻ സമയമെടുത്തേക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. മറ്റൊന്ന്, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ദേശീയപാത ഇപ്പോൾ അടഞ്ഞു കിടക്കുകയാണ്. മറ്റ് വഴികളിലൂടെയാണ് ഏതാണ്ട് നമ്മൾ തന്നെ ഇവിടെ എത്തിയത്. മറുഭാഗത്ത് 35 കിലോമീറ്ററോളം ചുറ്റിയാണ് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഏതായാലും ഗതാഗതം ആ രീതിയിൽ തിരിച്ചുവിടുന്നു. ഏതായാലും ഈ പ്രഥമ പരിഗണന നിലയിരിക്കുന്നത് ഈ രക്ഷാദൗത്യം പൂർത്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ജനവാസം കുറഞ്ഞ മലയോര മേഖലയാണിത്. പക്ഷേ ഈ ദേശീയപാതയിലെ മണ്ണ് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിലാണ് ഈ ഒരു രക്ഷാദൗത്യത്തിൻ്റെ ഒരു ശ്രദ്ധ കൂടുതൽ എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ബന്ധുക്കൾ ആരോപിച്ചിരുന്നു ഇന്നലെ. ഇന്നിപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിക്കൽ, ഈ ഗതാഗതം ആ വഴിക്കുള്ള ഗതാഗതമൊക്കെ മുന്നോട്ട് പോകുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ എങ്ങനെയാണ്?